ഡെൻമാർക്കിനെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഒക്കത്തില്ലെന്നും അതിനുള്ള എബിലിറ്റി 26,000 പട്ടാളമേ ഉള്ളൂ ഡെൻമാർക്കിന്. അതിലാണ് ഇത് അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാം. യുദ്ധത്തിന്റെ ആവശ്യം നടന്നു കയറിയിട്ട് കൊടി മാറ്റിയിട്ട് ഈ കൊടി കെട്ടിയാൽ മതി. അത് അതിനകത്ത് കാരണം അവസാനം മാർക്ക് റൂബിയോ തന്നെ പറയുന്നുണ്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. ഇത് ഡെൻമാർക്ക് കൂടുതൽ പണം മേടിക്കാനുള്ള പരിപാടിക്കാന്ന് ചോദിക്കുന്നത്. ഡെൻമാർക്കിന് തുടക്കത്തില് ഈ പണം, എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വിഷയം, ഡെൻമാർക്കിന് തുടക്കത്തിൽ ഒരു ഇങ്ങനൊരു ധാരണ ഇല്ലായിരുന്നു. മാത്രമല്ല, ട്രംപിന്റെ ഒരു നെഗോസിയേഷൻ സ്റ്റൈലൂടെ ആവാം ഇത്. പിടിച്ചെടുക്കും, ഏത് വിധേനയും പിടിച്ചെടുക്കും പറയുമ്പം ഒരു ഒത്തുതീർപ്പിനൊരു സാധ്യത ഉണ്ടാവാം. പണം തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. പലപ്പോഴും അങ്ങനെ ആ നെഗോസിയേഷന്റെ വരുന്നവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ മാനിക്കേണ്ടി വരുമല്ലോ. പക്ഷെങ്കിൽ ആദ്യത്തെ ടേമില് ഇവർ പറയുന്ന എന്തായിരുന്നു, ഗ്രീൻലാൻഡ് ഈസ് നോട്ട് ഫോർ സെയിൽ. ആര് ചോദിച്ചാലും എവിടെ കേൾക്കുന്നതും ഗ്രീൻലാൻഡ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാവുന്ന സ്റ്റേജിലായി. അപ്പൊ ഈ പണം കൊടുക്കാം എന്നുള്ള ഒരു ധാരണ വരുന്നത് മിക്കപ്പോഴും ഈ ഇവരോട് ചേർന്ന് നിൽക്കുന്ന, അതായത് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള മീഡിയ ഒക്കെയാണ് പലപ്പോഴും എത്ര പണം കൊടുക്കും, എന്ത് കൊടുക്കും, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പണം കിട്ടുമെന്നൊരു ധാരണ അവരിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു ഉറപ്പാണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം ഡെൻമാർക്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് ഇപ്പം ഈ മൈനിങ് ആണെങ്കിലും പിന്നെ റെയർ എർത്ത് ആണെങ്കിലും ക്രൂഡ് ആണെങ്കിലും, കാരണം ശരിക്കും നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ്, ഒരു പ്രദേശമാണ്, ഒരു വലിയ ഐലൻഡാണ് ഗ്രീൻലാൻഡ്. അപ്പം ഇതിനൊന്നും പറ്റിയ പണവും കമ്പനികളൊന്നും ഈ പറയുന്ന ഡെൻമാർക്കിന്റെ കയ്യിലില്ല. ഡെഫിനറ്റ് ആയിട്ടില്ല. ഇതൊരു റിയാലിറ്റിയാണ്. അത് റിയാലിറ്റിയാണ്. കാരണം അവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ അമേരിക്ക അത് ഏറ്റെടുക്കുവാണെങ്കിൽ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി ആകും. കാര്യം നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പം നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മീഡിയ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഗ്രീൻലാൻഡുകാരൻ പറയുന്നു ഞങ്ങൾക്ക് അമേരിക്കയോട് ചേരണ്ടെന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തില് ഗ്രീൻലാൻഡുകാരന് ഡെൻമാർക്കിനെ ഒരു താല്പര്യമുണ്ടോ, ആ ഭരിക്കുന്ന ഒരു മൊണാർക്കിയോട് താല്പര്യമുണ്ടോ?